സുഹൃത്തുക്കളായ നിങ്ങൾക്കെല്ലാം വിനീത നമസ്കാരം. ഏറെ സന്തോഷത്തോടെ നമസ്കാരം. രാധാ മാധവം എന്ന് നമ്മളെല്ലാം കൂടുന്ന ഈ സത്സംഗത്തിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ പുണ്യമാകുന്ന സവിധത്തെ സന്നിധിയിൽ തന്നെയാണ്. ഈ ഒരു സത്സംഗത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഭക്തിയിലുള്ള നാമജപം കൊണ്ടും നാമശ്രവണം കൊണ്ടും ഭഗവാന്റെ സ്മരണ അല്ലെങ്കിൽ മഹാത്മ്യങ്ങളെ ചരിതങ്ങളുടെ ചിന്തനം കൊണ്ടും കലിയുഗത്തിൽ ആചാര്യന്മാർ നമുക്ക് എങ്ങനെയാണോ വഴി കാണിച്ചു തന്നത് അതിൻ്റെ പൂർണ്ണമാകുന്ന ഒരു കാര്യം നടന്നു വരുന്ന ഒരു സത്സംഗമാണ്. കാരണം കണ്ണൻ്റെ നാട്യപ്രധാനമാകുന്ന നൃത്തം, വാദ്യം, ഗീതം, ഇത് 3 കലകളാണ്. ആദ്യം നൃത്തം, ശ്രീലക്ഷ്മി കഴിഞ്ഞു. വാദ്യവും ഗീതവും ചേർന്ന് സോപാന സംഗീതം. ഭഗവാന്റെ മഹിമകളെ, അത്ഭുത ലീലകളെ പ്രതിപാദിച്ച് വ്യാസൻജിയുടെ ആ വാക്കുകൾ ഇതെല്ലാം നമുക്ക് കലിയുഗത്തിൽ ഗുരുവായൂരപ്പൻ്റെ ആ സവിധത്തിൽ നിന്ന് കേൾക്കണമെങ്കിൽ പൂർവ ജന്മത്തിലെ സുഹൃതവും കൊണ്ട് മാത്രമാണെന്ന് ധരിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സാക്ഷാൽ അമ്പലപ്പുഴ കൃഷ്ണനും പൊന്നുഗുരുവായൂരപ്പനും അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനയോടെ കുട്ടിപ്പാടി സേവിയാകുന്ന സോപാന സംഗീതത്തെക്കുറിച്ചൊരു 2 വാക്ക് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. അല്ലേ? നിങ്ങളെല്ലാം ക്ഷേത്രത്തിൽ കേട്ടിട്ടുള്ളവരാണ്, അല്ലാതെ യൂട്യൂബിലൊക്കെ നിങ്ങൾ സോപാന സംഗീതം കേട്ടിട്ടുണ്ട്. എന്താണ് ഈ സോപാന സംഗീതം എന്നുള്ള ചില പ്രഭാഷണങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. എങ്കിലും ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒരു കലയെ നമ്മൾ അടുത്തറിയുമ്പോൾ, ഇതിൽ പങ്കെടുക്കുമ്പോൾ, ഒരു ആചാരത്തിൽ, ഒരു അനുഷ്ഠാനത്തിൽ, ഒരു ചടങ്ങിൽ, ക്ഷേത്രമാകുന്ന ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ് എന്ന് അറിഞ്ഞ് അതിൽ പങ്കെടുക്കുമ്പോഴാണ് കൂടുതൽ നമുക്കതിന് അനുഭവവേദ്യമാകുന്നത്. ഇവിടെ കലിയുഗത്തിൽ ഈശ്വരാരാധനയ്ക്ക് വേണ്ടി ക്ഷേത്രമാകുന്ന ഒരു ശാസ്ത്രത്തെ പാകപ്പെടുത്തി തന്നു ആചാര്യന്മാർ. അല്ലേ? പൂർവ്വസുഹൃതികളൊക്കെ നമുക്ക് പറഞ്ഞത് എന്താ? ഈ കാണുന്ന മണ്ണിലുണ്ട്, ഈ ഇരിക്കുന്ന തൂണിലുണ്ട്, തുരുമ്പിലുണ്ട്, ആകാശത്തിലും ജലത്തിലും സർവചരാചരങ്ങളിലും ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു. കാണാൻ പറ്റുമോ? നമുക്ക് പറ്റത്തില്ല. അല്ലേ? കാരണം നമ്മുടെ മനസ്സ് പാകമല്ല. നമ്മുടെ ഭഗവാൻ എന്ന് പറഞ്ഞ തൊഴിലെത്തുക നല്ല മനോഹരമായ 10 മണികളുണ്ട്, നല്ല പൂക്കളുണ്ട്. പക്ഷെ അതിലൊരു വിഗ്രഹം കണ്ടപ്പോൾ അവിടെ ഗുരുവായൂരപ്പനാണോ എന്നൊരു ചോദ്യം നോക്കുന്നു. അവിടെയാണ് വിഗ്രഹാരാധനയുടെ പ്രാധാന്യം. നമ്മൾ ആരാധിക്കുന്ന മൂർത്തിയെ വിഗ്രഹരൂപത്തിലൂടെ കണ്ടപ്പോൾ ഗുരുവായൂരപ്പനും അമ്പലപ്പുഴക്കണ്ണനും ചോറ്റാനിക്കരയും തിരുവനന്തപുരത്തിലൊക്കെ നമ്മുടെ ഈശ്വരന്മാരായിട്ടടുത്ത് ആരാധിക്കാൻ നമുക്ക് സാധിച്ചു. അല്ലേ? എന്താ തിരുവനന്തപുരം, എന്താ ഗുരുവായൂരെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ നിന്ന് നിറഞ്ഞു നിൽപ്പുണ്ടാകുള്ളൂ. അല്ലേ? കണ്ടാലും 1000 നാവുള്ള അനന്തന് പോലും വാഴ്ത്തുവാൻ സാധിക്കുമോ നിന്റെ ഈ ചരിതങ്ങളിൽ, നിന്റെ ഈ തിരുരൂപത്തെ? യശാദിപാദവനൊക്കെ നമ്മൾ പാടുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല ഗുരുവായൂരപ്പൻ, അതിനപ്പുറവുമാണ് സത്യം. എങ്കിലും ഈ പ്രകൃതിയിൽ അന്തർലീനമാകുന്ന ഈശ്വര ശക്തിയെ ഒരു വിഗ്രഹത്തിലൂടെ ആരാധനയായിട്ട് വന്നപ്പോൾ, അതിലേക്ക് ലയിപ്പിച്ചപ്പോൾ, ആ വിഗ്രഹത്തിന് പൂജ കഴിച്ചപ്പോൾ അതിന് ചൈതന്യമുണ്ടായി. ഈശ്വരാധീനമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. ഇങ്ങനെയൊക്കെ പ്രതിഷ്ഠിക്കുന്ന കരിങ്കല്ല് ആകുന്ന ഒരു വിഗ്രഹത്തിന് ചൈതന്യമുണ്ടോ എന്ന് സംശയം ചോദിക്കുന്നവർ ധാരാളം യുക്തിവാദികളുള്ള നാടും കൂടിയാണ് നമ്മുടേത്. അല്ലേ? നിങ്ങൾ കരിങ്കല്ലല്ലേ പൂജിക്കുന്നേ? ഞങ്ങളുടെ അടുത്ത ചെങ്ങന്നൂരൊരു മഹാദേവ ക്ഷേത്രമുണ്ട്.
പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? അവിടെ ഭഗവതിയില്ലേ പുറകിൽ? എന്താ വിശേഷം? എല്ലാ മാസവും തൃപ്പൂത്താവും. വിഗ്രഹമാണ് കേട്ടോ, ഒരു വിഗ്രഹത്തിലെ പ്രതിഭാസമാണ്. കൃത്യമായ ദിനത്തില് അമ്മ തൃപ്പൂത്തായി മാറ്റിയിരുത്തും അല്ലേ? തിടനാട് ഭാഗത്ത് നല്ലുണ്ടോ? പാല അവിടെ ഒരു ഈരാറ്റുപേട്ടയില് തിടനാട് മഹാക്ഷേത്രം. 3 മൂർത്തികൾക്ക് ചൈതന്യം ഒരേപോലെ വിളയാടുന്ന ഭൂമി. പടിഞ്ഞാട്ട് ദർശനമായിട്ട് മഹാനരസിംഹമൂർത്തി, കിഴക്കോട്ട് മഹാദേവനും മഹാവിഷ്ണുവും. പടിഞ്ഞാട്ട് ദർശനമേകുന്ന ഈ നരസിംഹമൂർത്തി സ്വയംഭൂലിംഗമാണ്. എല്ലാ ദിവസവും നടയടയ്ക്കുന്ന സമയമാണ് രാത്രിയില്ല. അത്താഴപൂജ എല്ലാം കഴിഞ്ഞ് ശിവേലിയില്ല. കാര്യം ശിവേലി നടത്തുന്നതിന് 35 പേര് വേണം ഒരു ദിവസം. അത് കാരണം ദേവസ്വം കൊണ്ട് നോക്കിയിട്ട് നടത്തിക്കൊണ്ട് പ്രയാസമാണ്. കാര്യം 6 വിളക്ക്, 3 കുടകൾ, ഈ 3 മേശാന്തിമാർ, 3 കീശാന്തിമാർ, ഇവർക്കൊക്കെ 7 മേളക്കാർ, വാര്യന്മാർ 2 വെച്ച് എത്രയായി നോക്ക്, എത്ര പേര്? 35 പേരോളം വേണം. അപ്പം അതുകൊണ്ട് അതൊക്കെ നിർത്തിയിട്ട് ഉത്സവക്കാർക്ക് മാത്രമാക്കി 35 പേര് ഒരു വർഷത്തിൽ. അതുപോലെ പടിഞ്ഞാട്ട് ദർശനമേകുന്ന ഈ സ്വയംഭൂലിംഗത്തിൻ്റെ അത്ഭുതം. എല്ലാ ദിവസവും നടയടയ്ക്കുമ്പോൾ തിരുമേനി രാത്രി ഒരു ഉരുള ചന്ദനം അരച്ച് ഈ വിഗ്രഹത്തിൽ കുത്തിവെക്കും. രാവിലെ നടന്നിറങ്ങുമ്പോൾ കാണുന്നുണ്ടല്ലോ, എന്താ? ചന്ദനം രക്തചന്ദനമായിരിക്കും. ഇത് ഇന്ന് രാവിലെ ഇങ്ങനെയാണോ? ഇന്ന് രാവിലെ കൂടി ഇങ്ങനെയാണ്. ആ രക്തചന്ദനം നിങ്ങൾക്ക് തന്നാൽ ശിരോസംബന്ധമാവുന്ന രോഗങ്ങളൊക്കെ മാറിക്കിട്ടുന്നു. കോട്ടയത്ത് വെന്നിമില് പോയവരായിരുന്നു ശ്രീരാമകൃഷ്ണ ക്ഷേത്രത്തിൽ. കോട്ടയത്ത് വെന്നിമല ശ്രീരാമൻ്റെ അടുത്തുനിന്ന് പോകണം കേട്ടോ. മനുഷ്യജന്മമാണ് നമ്മുടെ കേട്ടോ. കാരണം ഈ ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടിട്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകണം എന്നൊക്കെ അല്ലേ? കാരണം അത്ഭുതമാകുന്ന എന്താ പറയുക, ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സങ്കേതങ്ങളാണ്. നമുക്ക് ഹിമാലയത്തിലൊന്നും പോയാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് ഈ അത്ഭുതമാകുന്ന ലീലകൾ, പ്രതിഭാസങ്ങൾ. ഒന്ന് മനസ്സ് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ എത്തിച്ചേരും. ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഒരു അത്ഭുതം വെച്ചാൽ സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി മുകളിൽ ഒരു മലയുടെ മുകളിൽ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഒന്ന് പോകണം. 2 ഹെർപ്പിൻകുളവ് കഴിഞ്ഞ് വെന്നിമല. മീനമാസം കുംഭമാസം ചൂടങ്ങോട്ട് കൂടിയിട്ട് ഈ 2000 അടി താഴ്ചയിൽ 1000 അടി താഴ്ചയിൽ എല്ലാ സ്ഥലത്തും വെള്ളം പറ്റും. കുളവും പറ്റും, കിണവും പറ്റും, എല്ലാം പറ്റും. ഈ പാലഭാഗത്തൊക്കെ ഉണ്ട്. എന്ന് ചോദിച്ചാൽ അറിയാം. 12000 രൂപയ്ക്ക് മണിമലയാറ്റിൽ നിന്ന് വെള്ളം മേടിച്ചോണ്ടെന്നാണ് പാത്രം വെള്ളം വിളിക്കുന്നതൊക്കെ. പക്ഷേ മലയുടെ മുകളിൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പാദത്തിൽ നിന്നൊരു തീർത്ഥം 365 ദിവസം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. 2 കുളമാണ് നിറഞ്ഞു കിടക്കുന്നത്. 3000 മുകളിൽ 2 കുളം നിറഞ്ഞു കിടക്കുക. ഒരു വിഗ്രഹത്തിൽ നിന്ന് വരുന്നതാണ് ഈ ജലം. പോയി നോക്കാം, കള്ളം പറയുന്നൊന്നുമല്ല. അത്ര സത്യമാണ് ആരാധന. മണ്ണാർശാല പോയിട്ടില്ലേ? നാഗക്ഷേത്രത്തിൽ പോകാത്തൊരു കുറവാണ്. ഞാൻ 32 വർഷത്തിന് മേലായി ഇവിടുത്തെ അരികേന്ദ്രകാരൻ. കന്നിമാസത്തിലും തുലാമാസത്തിലൊക്കെ പല സന്ദർഭങ്ങളിലും നാഗം ഞങ്ങളകത്തും ഇങ്ങനെ എന്താ പറയുക, അത്ര പേടിയാണ് ഞങ്ങളകത്ത് നിൽക്കുക. സർപ്പേക്ഷമേടെയും നാഗരാജാവിൻ്റെയും ആ ശ്രീകോലിൽ നടക്കാൻ ഞങ്ങളൊന്ന് പാടുമ്പോൾ ഒരു ഉമിനീര് താഴ്ത്ത് വീഴാതെ പാടണമെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു. കാര്യം അത്ര ശുദ്ധമായിരിക്കണം. അത്ര മനസ്സും ശരീരവും ഒക്കെ ഭക്തിയും ശുദ്ധിയും വൃത്തിയും എല്ലാം കാത്തു സൂക്ഷിച്ചു ഇതൊന്നും ചെയ്യാൻ പാടില്ല. അത്ര സത്യമാണ്. മണ്ണാർശാല അമ്മയെ കേട്ടിട്ടില്ല? അമ്മ മരിക്കാറായാൽ ഇല്ലത്തെ ഏതെങ്കിലും ഒരു ആൺകുട്ടിയെ, അവിടുത്തെ ഒരു ആരെങ്കിലും ആയിക്കോ, ആൺകുട്ടിയെ തല മാത്രം കാണിക്കാത്തൊരു സർപ്പം വരും. വാല് മാത്രം 4 ദിക്കിൽ. ഈ പാമ്പിനെ കണ്ടാൽ ഈ കുട്ടി പോയി കുളിക്കുന്നു. കുട്ടി എന്ന് പറഞ്ഞാൽ 90 വയസ്സിനോട് കുട്ടി തന്നെയാണ് പ്രായമുള്ളത്. അവര് പോയി കുളിച്ചു, മണ്ണാർശാലത്ത് പൂജ കഴിക്കുന്നു. 2 പേർക്കും പൂജ കഴിച്ച് താക്കോല് കൊണ്ടുപോയി തിരിച്ചു. ഇല്ലത്തേക്ക് വന്നു. അമ്മ ഈശ്വരത്തെ കഴിച്ചു. ICUവിലൊന്നും മരിച്ചിട്ടിരിക്കുന്നത് എന്നാൽ സീരിയസ് ആയിട്ടൊന്നും ICUയിലൊക്കെ കഴിഞ്ഞ വല്യമ്മ വരെ വിചാരിയുണ്ടെങ്കിൽ പോലും അമ്മയുടെ മരണം അങ്ങനെ തന്നെയായിരുന്നു. നാളെ നിങ്ങൾ എന്തെങ്കിലും മണ്ണാർശാലയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ വിജയകുമാറായിട്ട് ഇവിടെ നിന്ന് പറയുക, ക്ഷേത്രത്തിൽ നിന്ന് ഇല്ലത്തെ
അകത്തേക്ക് വരുമ്പോൾ ഇടത്തെ സൈഡിൽ ഒന്ന് നോക്കി നോക്കി വരണം. അരവണ കൗണ്ടർ കഴിഞ്ഞാൽ ആ വീടിൻ്റെ ഇടയ്ക്കായിട്ടൊരു ഭാഗത്താണ് ഈ അമ്മയെ ദഹിപ്പിക്കുന്ന സ്ഥലമാണ്, കാവിനകത്ത്. അവിടെ ഒരു തെങ്ങ് വെച്ചിട്ടുണ്ട്. എന്താ തയ്യ തെങ്ങ് ഇതിനു മുമ്പുണ്ടായിരുന്ന വല്യമ്മയെ ദഹിപ്പിച്ച സ്ഥലത്ത് വെച്ചതാണ്. തെങ്ങ് എങ്ങനെയാണ് പോകുന്നത് നിങ്ങളോട്ട്? ഒറ്റത്തടി അല്ലേ, നേരെ. പക്ഷെ അത് സർപ്പം ചുണ്ടു കിടക്കുന്നുണ്ടായിരുന്നു. പാമ്പ് താഴത്ത് ചുണ്ടു കിടക്കുന്ന തൈ പോയാലോ? അതാണ് അവിടെ നിൽക്കുന്ന തൈ. ആ അമ്മ മരിച്ചപ്പോൾ ദേഹം കൊണ്ട് കിടത്തി ഇല്ലത്തെ ശ്രീകോവിലെ അനന്തസങ്കല്പത്തിൽ പൂജ കഴിക്കുന്ന നാഗം ഇറങ്ങി നിന്ന് പ്രദക്ഷിണം ചെയ്യുകയാണ്. കേട്ടുകേൾവിയും മുട്ടത്തരൊന്നുമല്ല, വിളക്ക് എത്തിച്ചിട്ട് സത്യം പറയുകയാണ്. അവിടെ നമ്മുടെ മുന്നിൽ കാണപ്പെടുന്ന ദൈവമാണ് സർപ്പങ്ങൾ. ആ അമ്മയ്ക്ക് പ്രദക്ഷിണം വെച്ച് 16 ദിവസം കാവലായിട്ട് അമ്മയെ ദഹിപ്പിച്ച സ്ഥലത്ത് നിന്നെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ സത്യമാണ്. ഇതൊക്കെ ഓൺലൈനിൽ പോകുന്നുണ്ട്, കേട്ടാലും സത്യമായിട്ട് ലോകമറിയേണ്ട സത്യമാണ്. കളിക്കാനുള്ളതല്ല ക്ഷേത്രം. ഇന്ന് ഈ പേക്കൂത്ത് കിടന്ന് കാണിക്കുന്നുണ്ട് കുറേ യുവജനങ്ങളിൽ നിന്ന്. ഞാൻ അവരെ കുറ്റം പറഞ്ഞതല്ല, അവരോട് ക്ഷണിക്കണം, അങ്ങനെ പറഞ്ഞതല്ല. പക്ഷെ പേടിക്കണം. ആചാരങ്ങൾ ദേവൻ എഴുന്നള്ളുമ്പോൾ അത്ര ഭയവും ഭക്തിയും ബഹുമാനവും ഉള്ളിലൂടെ വേണം നമ്മൾ അവിടെ സമീപിക്കുവാൻ, അവിടെ ചടങ്ങിൽ പങ്കെടുക്കുവാൻ. എന്തായാലും പ്രഭാഷണം അദ്ദേഹം പറയും. ഞാൻ പ്രഭാഷണം പറയാൻ പോയിക്കഴിഞ്ഞാൽ പാട്ട് നടക്കത്തില്ല. എങ്കിലും സോപാന സംഘത്തെ കുറിച്ച് പറയാതെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾക്ക് ഈ ശക്തികളാണ്. എത്ര പറഞ്ഞാലും മതിയാവില്ല, പറയാൻ ഒരുപാട് വിഷയങ്ങളാണ്. അങ്ങനെ പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരു വിഗ്രഹത്തിന് ചൈതന്യം വന്നു ചേരുന്നത് പൂജകളിലൂടെയും ഉത്സവാദി ക്രിയകൾ, നവീകരണം പോലുള്ള ക്രിയകൾ, കലശങ്ങളിലൂടെയാണ്. കലശം കലകൾ അധിവസിക്കുന്ന കുംഭമായതുകൊണ്ടാണ് ആ കുടത്തിനെ കലശം എന്ന പേര് വിളിക്കുന്നത്. ആ കുംഭം പൂജിക്കുമ്പോൾ സൂര്യചന്ദ്രന്മാർ പോലുള്ള ഗ്രഹങ്ങളിൽ നിന്നും ചൈതന്യ കലകളെ മന്ത്രപൂർവ്വം ആവാഹിച്ച് ജലത്തിലേപ്പിച്ച് കുടം നിറച്ച് കലശം കുംഭം കലശമായി തീരുന്നു. ചൈതന്യമാവുന്ന കലശം ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തിലേക്ക് അഭിഷേകം ചെയ്യുമ്പോൾ കലകളിൽ കൂടി ദേവചൈതന്യം ഉയരുന്നു, ഉണരുന്നു. നിത്യപൂജകൾക്കും കലകളിൽ കൂടി പൂജകൾ അർച്ചിക്കണം. അവിടെയാണ് സോപാന സംഗീതത്തിന്റെ ആവശ്യം. ആ പൂജ ആരംഭിച്ച് നിവേദ്യം പൂർത്തിയാക്കി നമ്മൾ അകത്തോട്ട് ചെല്ലുന്നു, നടയടയ്ക്കുന്നു ശ്രീകോവിലിനെ. അപ്പോൾ ഒരു മാരാര് വന്ന് പടികൾക്കരികെ നിന്ന് ഇടയ്ക്ക് ഇങ്ങനെ കൊട്ടുന്നു, കുറച്ച് കീർത്തനങ്ങൾ പാടുന്നു. അവിടെ പടികൾക്കരികെ നിന്ന് പൊട്ടിക്കൊണ്ടു പാടുന്ന സേവ, പൊട്ടിപ്പാടി സേവ, ഈശ്വരിലേക്ക് എത്താനുള്ള ഈ മാർഗമാകുന്ന ശ്രീകോവിലിന്റെ പടികൾക്ക് സോപാനം എന്നർത്ഥം. ആ പടികൾക്കരികെ നിന്ന് പാടുമ്പോൾ അതിനെ സോപാന സംഗീതം എന്ന പേര് വിളിച്ചു വരുന്നു എന്ന് മാത്രം. യഥാർത്ഥ പേര് പൊട്ടിപ്പാടി സേവ, പൊട്ടിപ്പാടി സേവിക്കുക. അവിടെ തിരുമേനി ചെയ്ത ആ അർച്ചനകൾ ദേഹശുദ്ധി മുതൽക്ക് തുടങ്ങി ആരതി ഒഴിഞ്ഞ് കൊട്ടിരക്ഷിക്കുന്ന ഭാഗം വരെയുള്ള ക്രിയകൾ മുദ്രകളിൽ കൂടി ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നു അല്ലേ? നിവേദ്യമൊക്കെ കണ്ടിട്ടുള്ളത് നമ്മൾ. ഓം പ്രാണായ സ്വാഹ, ഓം അപാനായ സ്വാഹ, ഓം വ്യാനായ സ്വാഹ, ഓം ഉദാനായ സ്വാഹ, ഓം സമാനായ സ്വാഹ. ഇങ്ങനെ ഓരോ ഭാഗങ്ങളും മൂർത്തിയാവാഹരി തൻ്റെ ദേഹശുദ്ധി, ആത്മാരാധന വേണ്ട എന്തെല്ലാം ഘടകങ്ങൾ പൂജയ്ക്കുണ്ടോ ഇതെല്ലാം മുദ്രയാണ്. ശ്രീലക്ഷ്മി ഇവിടെ നൃത്തം കളിച്ചപ്പോൾ അലയിപ്പായതേ എന്താ ഇത് തുടങ്ങിയത്? കണ്ണൻ്റെ കഥകൾ. ആ കഥകളെ മുദ്രാങ്കിതമായി ചിട്ടപ്പെടുത്തി അവതരിച്ചപ്പോൾ വ്യാസജി നമ്മളോട് പറഞ്ഞു, ശ്രീലക്ഷ്മി അവതരിപ്പിക്കുന്നത് നൃത്തം കൊണ്ട് തുടങ്ങുകയാണ് അല്ലേ? കണ്ണൻ്റെ ആ ചരിതങ്ങളെ ശ്രീലക്ഷ്മി മുദ്രകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കി തന്നു. അപ്പോൾ അവിടെ തിരുമേനിയോ നമ്മൾ ഇങ്ങനെ ആടുന്നതിനൊക്കെ നൃത്തം എന്ന് വിളിക്കും, അല്ല, കഥകൾ മുദ്രകളിൽ കൂടി അർച്ചിച്ചപ്പോഴാണ് അതിനെ നൃത്തം എന്ന പേര് വിളിച്ചത്. ഇവിടെ തന്ത്രിയും മേൽശാന്തിയും മുദ്രാങ്കിതമായി ചെയ്യുന്ന ക്രിയകൾ നൃത്തമിതമായിട്ടും വാദ്യമാണ് ഇടയ്ക്ക. ഈ ഒരു ഇടയ്ക്കയുടെ പവിത്രത എന്താ? എല്ലാ വാദ്യം താഴ്ത്തു വയ്ക്കും. ഞാനിവിടുന്ന് കയറി വന്നപ്പോഴും എൻ്റെ മടിയിലായിരുന്നേ അല്ലേ? അങ്ങോട്ട് കയറിയപ്പോഴെങ്കിലും താഴ്ത്തു വയ്ക്കാറുണ്ട്. അപ്പോൾ ഞാൻ ശ്രീകുമാറിൻ്റെ കൈ കൊടുത്തു. വാദ്യലോകത്ത് താഴത്ത് വയ്ക്കാത്ത ഒരേ ഒരു വാദ്യമുണ്ടെങ്കിൽ അതാണ് ഇടയ്ക്ക അല്ലേ? ഭൂമിക്കും ആകാശത്തിനും ഇടയ്ക്ക്
തന്നെ ഡെക്കയിൽ നിന്ന് ഉത്ഭവിച്ചൊരു വാദ്യമാണ് ഈ ഡെക്ക. താണ്ഡവത്തിൽ ഓരോ ഭാവങ്ങൾക്കനുസരിച്ച് ഭൂതഗണങ്ങൾ ഭഗവാന്റെ ഭാവങ്ങളിലൂടെ വാദ്യങ്ങളെ നിർമ്മിച്ച് കൊട്ടിയർച്ചിച്ചു. താണ്ഡവത്തിൽ ശിവന്റെ ശൂലത്തിലുള്ള ഡെക്കയുടെ ലയം പോരാഞ്ഞിട്ട് അതിൽ നിന്നും ശാസ്ത്രവിധി പ്രകാരം ഒരു വാദ്യം നിർമ്മിച്ച് ആ താണ്ഡവത്തിൽ ഉപയോഗിച്ചു. താണ്ഡവത്തിന് ശേഷം ദേവന്മാരും അസുരന്മാരും വാദ്യങ്ങൾ വേർതിരിച്ചെടുത്തപ്പോൾ ദേവവാദ്യമല്ലാതെ ഭൂമിയിലേക്ക് അയച്ചു, അസുരവാദ്യമല്ലാതെ മുകളിലേക്ക് അയച്ചു അസുരന്മാർ. ഭൂമിക്കും ആകാശത്തിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന വാദ്യമായതുകൊണ്ട് ഡെക്കയിൽ നിന്ന് ഉത്ഭവിച്ചതുകൊണ്ട് ഈ വാദ്യത്തിന് ഇടയ്ക്ക എന്നൊരു നാമം വന്നു. ഈ ഇടയ്ക്കയുടെ ഒരു പവിത്രത 2 വട്ടം നടുക്ക് കുറ്റി ബ്രഹ്മാവിഷ്ണു മഹേശ്വര സങ്കല്പമാണ്. 6 ദ്വാരങ്ങൾ ഇടയ്ക്കുണ്ട് ഈ വട്ടത്തിൽ. ഈ 6 ദ്വാരങ്ങൾ 6 ശാസ്ത്രങ്ങളെ സൂചിപ്പിക്കുന്നു. ഇതൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് നിങ്ങൾ കരുതിയിട്ടുണ്ട്, ഇതെല്ലാം ഇയാൾ ഷോയ്ക്ക് വേണ്ടി ഇതെല്ലാം തൂക്കിയിട്ടിരിക്കുകയാണ് അല്ലേ? ആണോ? അല്ല, അതിനൊരു ശാസ്ത്രമുണ്ട്. എന്താ? കുഞ്ചലങ്ങൾ എന്ന് പറയും അല്ലേ? പക്ഷെ ഈ ഉടുപ്പുകൾ എന്നാണ് ഇതിൻ്റെ ഭാഷ. 64 കലകളെ പ്രദാനം ചെയ്യുന്നു. 64 ഉടുപ്പുകൾ. അത് കെട്ടിയിട്ടുള്ളതോ 4 കോലുകളാണ്. എൻ്റെ പേര് ജീവക്കോലെന്നാൽ ജീവനെ താങ്ങി നിർത്തുന്ന ആ കോലുകൾ. ഇതാണ് ഇടയ്ക്കിടെ ഭാരത്തെ താങ്ങി നിർത്തുന്നു പറയാൻ ജീവക്കോലം എന്ന് പറയുന്നത്. ആ ജീവക്കോലുകൾ 4 വേദങ്ങളാകുന്നു. കുറ്റിക്ക് 2 പുറമേ കെട്ടിയിട്ടുള്ള 2 ഈർമ്പര നാലുകൾ. ഒന്ന് ജീവാത്മാവും മറ്റേതായിരിക്കും പരമാത്മാവും. അത്രയേറെ ശാസ്ത്രമുള്ള ഒരു വാദ്യമാണ് ഇടയ്ക്ക. നിങ്ങൾ കരുതിയിട്ടുണ്ടോ? ഇങ്ങനെ നോക്കിയിട്ടപ്പോൾ എല്ലാം ഷോയ്ക്ക് വേണ്ടി നോക്കിയിട്ടാണ് വെച്ചല്ലേ. അപ്പം ശാസ്ത്രമാകുന്ന ഈ വാദ്യത്തിലൂടെ പൊട്ടുന്നൊരു നാദമുണ്ട്. എന്താ? പ്രണവധ്വനി മുഴങ്ങുന്ന ഈ നാദബ്രഹ്മത്തെ ആ പൂജകൻ ദേവാനിൻ തൃപ്പാദങ്ങളിൽ വാദ്യമിതം സമർപ്പയാമി അല്ലേ? ഓം എന്നുള്ള പ്രപഞ്ച ശബ്ദമാണ് ഇന്ന് മുഴങ്ങുന്നത്. തോലിട്ട വാദ്യങ്ങളൊക്കെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചതും അത് തന്നെയാണ്. പ്രണവധ്വനി മുഴങ്ങുന്ന ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വാദ്യത്തിന് പ്രണവധ്വനിയെ പുറപ്പെടുവിക്കാൻ സാധിക്കൂ. ഈ പ്രണവം മുഴങ്ങുന്നത് കൊണ്ടാണ് ശംഖിന് പോലും ദേവന്റെ ജീവനെ ആവാഹിക്കാൻ സാധിച്ചത്. ആ പ്രണവധ്വനി മുഴങ്ങുന്ന വാദ്യങ്ങളെല്ലാം ക്ഷേത്രത്തിനുള്ളിൽ ജീവനുള്ള വാദ്യശബ്ദമായിട്ട് ദേവനിലേക്ക് അർച്ചിക്കപ്പെടുന്നു. ഭക്തിക്ക് പരമപ്രാധാന്യം കൊടുത്ത് ആടിയർച്ചിക്കുന്ന ധ്യാനികൾ, സ്തുതികൾ, കീർത്തനങ്ങൾ, അഷ്ടപതി, യശാദിവാദം, പാദാദികശങ്ങളെല്ലാം തന്നെ ഭഗവാനിലേക്ക് ഗീതവുമായിട്ട് ഭവിക്കുന്നു. നൃത്തവും വാദ്യവും ഗീതവും ചേർന്ന് പൂജ പൂർണ്ണമായി ദേവന്റെ പാദങ്ങൾ സമർപ്പിച്ച് ഈ പൂജയിൽ പങ്കെടുക്കുന്ന ഈ ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും ഉത്തമന്മാരാണ് ദേവ്യോ നമ എന്ന് പറഞ്ഞ് തിരുമേനി നട തുറന്നാൽ തീർത്ഥം കളിക്കുന്നതാണ്. ദേവേഭ്യോ നമ, ദേവേഭ്യോ നമ, ശ്രീഭ്യോ നമ, എല്ലാവരുടെ പിതൃഭ്യോ നമ. ദേവങ്ങളിലും പരിവാരങ്ങളിലും ഒക്കെ തളിച്ചു കഴിഞ്ഞാൽ, ആ ശങ്ക വെച്ച് കഴിഞ്ഞാൽ, ജാരതി വിളി കഴിഞ്ഞാൽ ആദ്യം നട തുറന്ന് നിങ്ങളിലേക്ക് തെളിക്കും അല്ലേ? ആ പൂജയിലെ ചൈതന്യം ഈ ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്ന ഈ സജ്ജനിലേക്ക് എത്തണേയും. അതാണ് പൂജയുടെ പ്രാധാന്യം. നമ്മൾ ആ സമയം നോക്കിയിട്ട് തിരുമേനി ഒരുപാട് താമസിക്കുന്നല്ലോ, ഇത് നടന്നിരിക്കാൻ ജോലിക്ക് പോകേണ്ടതാണ് എന്ന് പറഞ്ഞ് ധൃതി വെച്ചാൽ ഇങ്ങനെ നിൽക്കുന്ന നമ്മൾ. ഇത് തിരുമേനിക്ക് ഒരുപാട് താമസമാണ്. പക്ഷെ മനസ്സേകാഗ്രതയോടെ കലിയുഗമാണ്, ചഞ്ചലമാകുന്ന മനസ്സുകൊണ്ട് ഭഗവാന്റെ ശ്രീകോവിൽ അടഞ്ഞു കിടക്കുമ്പോൾ ദർശനം സാധ്യമല്ല ഭഗവാനെ. ആ സമയത്ത് കലിയുഗ സ്വഭാവമാകുന്ന ചഞ്ചലത മാറ്റണമെങ്കിൽ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ സാധ്യമാകൂ. അതിനാണ് ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഒരു സംഗീതത്തെ സോപാന സംഗീതമായി ചിട്ടപ്പെടുത്തുവാനുള്ള കാരണം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ മനുഷ്യജന്മത്തിൽ നമുക്ക് ഓരോ ദിവസം കഴിഞ്ഞുള്ളൂ അല്ലേ? സൂര്യൻ കിഴക്കുതിച്ചു, പടിഞ്ഞാറസ്തമിക്കും. നാളെ നമ്മൾ സൂര്യനെ കിഴക്കുതിക്കും, പടിഞ്ഞാറസ്തം കാണുന്നുണ്ട്. പക്ഷെ മനുഷ്യ, നിനക്ക് തന്ന ആയുസ് കുറയുന്നത് മനസ്സിലാക്കി നീ മുന്നോട്ട് സഞ്ചരിച്ചോളൂ അല്ലേ? എത്ര നിമിഷം നമുക്ക് ഇനി മുന്നോട്ടുണ്ടാവും? അത്രയും ശ്രേഷ്ഠമാവണം, അത്രയും ആരോഗ്യമാകണം, അത്രയും ആനന്ദമാകണം നമുക്ക്. അതിനൊരു മാർഗം ഈശ്വര സ്മരണ, നാമജപം, ഈശ്വര ഗീതങ്ങളെ സ്തുതിഗീതങ്ങളായിട്ട് കേൾക്കുക, ചിന്തനം ചെയ്യുക. അത് മൂന്നുമാണ് രാധാമാധവ
എന്ന് പറയുന്ന ഈ സത്സംഗത്തിൽ വ്യാസം ചെയ്യും നമ്മുടെ എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത് കേൾക്കണമെങ്കിൽ മനസ്സുകൾക്ക് സുഹൃതികൾ ചെയ്ത മനസ്സുകൾക്ക് മാത്രമേ സാധ്യമാവൂ. ഇനി അങ്ങോട്ടുള്ള നിമിഷങ്ങൾ ഭക്തിയുടെ ലഹരിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആസ്വദിക്കുക. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ, അമ്പലപ്പുഴ കൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ. പൂജകൾ എന്ന് പറയുന്നത് എന്താണ്? ദേവചൈതന്യം വർദ്ധിക്കുവാൻ സൂര്യന്റെ ഉദയാസ്തമയങ്ങൾക്കനുസരിച്ചുള്ള യാമങ്ങളിൽ, ഉത്തമ യാമങ്ങളിലാണ് പൂജകൾ ചിട്ടപ്പെടുത്തിയത് അല്ലേ? ആദ്യത്തെ പൂജ ഏതാ? ക്ഷേത്രത്തിലെ ആദ്യത്തെ പൂജ. ചോദ്യം വരുമ്പോൾ നിങ്ങൾ വിചാരിച്ചില്ല, ഒരു ആവശ്യം പേടിക്കട്ടെ, ഞാൻ ഒന്നും പറയത്തില്ല, ധൈര്യമായിട്ട് പറയാം. നിർമ്മാല്യല്ല, പൂജ. ഉഷപൂജ. എന്താ ഉഷാന്ന് വീട്ടിലെന്താ? രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 5 മണി തൊട്ട് 6:15 വരെ ഉഷസ്. ആ യാമത്തിലാണ് ആദ്യ പൂജ. രണ്ടാമത്തെ പൂജ ഏതാ? അത് ചില ക്ഷേത്രത്തിൽ എതിർത്ത് പൂജ. എന്താ എതിർത്ത് പൂജ ചെയ്യുന്നത്? സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സൂര്യരശ്മി ഭൂമിയിലേക്ക് എതിരേറ്റു വന്ന് പതിച്ചു അല്ലേ? എതിരേൽക്കുന്ന സമയം എതിരേറ്റു പൂജ. എതിരേറ്റു പൂജയാണ് എതിർത്ത് പൂജയായും രാവിലത്തെ എതിർത്ത് ശിവേലിയായിട്ടും നടത്തപ്പെടുന്നത്. അടുത്തതാണ് വിശേഷം പന്തീരടി അല്ലേ? ഉദിച്ച് 12 അടി നിഴലാവണം. ആർക്ക്? ഒരടി നീളമുള്ള ഒരു വസ്തു കിഴക്ക് ഭാഗത്ത് വെച്ചാൽ നിഴലിന്റെ നീളത്തിന് 12 അടി നീളമുള്ളപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് പന്തീരടി എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല, എഴുതിത്തരാം. അത് വായുമൊഴിയാണ് അല്ലേ? അപ്പം യൂട്യൂബിലൊന്നും ആശ്രയിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇങ്ങനെയുള്ള സത്സംഗങ്ങളിൽ മാത്രമേ കിട്ടുകയുള്ളൂ അല്ലേ? വായുമൊഴിയാണ്. മുത്തശ്ശിമാരും ആശാന്മാരും ഗുരുനാഥന്മാരും ഒക്കെ പറഞ്ഞു തന്ന വഴികളാണ്. അപ്പോൾ ഒരടി നീളം ഒരു തിരിഞ്ഞു പന്തീരിൽ നടക്കുന്ന ക്ഷേത്രമാണ് നമ്മളുടെ തിരുമാന്ധാനം അല്ലേ? പോയിട്ടുണ്ടോ? അവിടെ ഒരു അത്ഭുതം എന്താ? വൈകിട്ട് 4 മണി കഴിഞ്ഞാൽ ഒരു തിരിഞ്ഞു പന്തീരി അസ്തമിക്കാൻ 12 അടി നീളമുള്ളപ്പോൾ തിരിഞ്ഞു പന്തീരി. ഉച്ചസ്ഥായിയിൽ നിഴലേ കാണില്ല ഉച്ചപൂജ. അസ്തമയം കഴിയുമ്പോൾ അത്താഴ പൂജ. 5 യാമങ്ങൾക്കും 5 പൂജകൾക്കും അനുസരിച്ച് ഈ സംഗീതത്തെ അമ്പലവഴക്ക സമ്പ്രദായത്തിലെ കൊട്ടിപ്പാട് സേവയായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഭക്തിയാണ്. ഈ മനുഷ്യജന്മത്തിലെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷവും ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും അടുത്താണ്. സാക്ഷാൽ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഗുരുവായൂരപ്പൻ്റെ തന്നെ കേശാദിവാദം നിർമ്മിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. അതിൽ സജ്ജനങ്ങളായ നിങ്ങൾ നാമം ജപിക്കണം. അതിൻ്റെ ഏറ്റവും ഉത്തമ മന്ത്രമാണ് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന ഉപനിഷത് മന്ത്രം. കലിസന്ധനോപനിഷത്തിലെ വ്യക്തമായ ഈ മന്ത്രം 4 മോക്ഷങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്. ഭഗവാന്റെ ഉത്തമ ഭക്തന്മാരായ നിങ്ങളെല്ലാവരും ഒരേ മനസ്സോടുകൂടി ഭഗവാനെ കണ്ടുകൊണ്ട് കേശാദിപാദ വർണ്ണനയോടുകൂടി നമുക്ക് സോപാന സംഗീതം ആരംഭിക്കാം. ആദ്യം ഒരു ഗണപതി സരസ്വതി ശ്ലോകങ്ങൾക്ക് ശേഷം